എനിക്കിന്ന് ഒരുപാട് സന്തോഷായി. എങ്ങനെയാണോ നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ നടന്നു. നല്ലവനായ ജിമിന്റെ മുഖംമൂടി നമ്മ വലിച്ചു കീറി. ഐറിൻ മിഥുനെ നോക്കിയപ്പോ അവൻ ഒരു താല്പര്യമില്ലാതെ ഇരിക്കുന്നത് കണ്ടു. എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഞാൻ തേയെ പറ്റി ആലോചിക്കുകയായിരുന്നു. ജിമിൻ നല്ലവനല്ല എന്ന് പറഞ്ഞിട്ടും അവൾ എന്താ അങ്ങനെ പെരുമാറി? സാധാരണ പൊട്ടിത്തെറിക്കേണ്ട പോലെ ഒന്നും അവളിൽ നിന്നുണ്ടായില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൾക്കിനി ജിമിനെ പഴയതുപോലെ കാണാൻ സാധിക്കില്ല. ചിലപ്പോ അവളത് പുറമെ കാണിക്കാത്തതായിരിക്കും. ജിമിനെ 24 മണിക്കൂറിനുള്ളിൽ സിയോൾ പോലീസിന് കൈമാറും. ഇനി ശിഷ്ടകാലം അവൻ ജയിലിൽ കിടക്കാം. ഹലോ മിസ്റ്റർ മിഥുൻ, എന്താ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആഘോഷിക്കുകയാണോ നീയും നിന്റെ മറ്റവളും? നീ എങ്ങനെ? നിനക്ക് ഈ ജിമിനെ ശരിക്കും അറിയില്ല. നീയും അവളും എന്താ വിചാരിച്ചേ? എന്നെ അങ്ങ് ഒലത്തിക്കളയാമെന്നോ? അതൊക്കെ നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. നിനക്കൊന്നും എന്റെ രോമത്തെ പോലും തൊടാനാവില്ലടാ. വിടില്ലടാ നിന്നെ. നിന്നോട് പ്രതികാരം ചെയ്തിരിക്കും. നീ പ്രതികരിക്കാൻ പാടാ, പക്ഷെ നട്ടലുള്ള ആണുങ്ങളെ പോലെ നേരിട്ട് വരണം. അല്ലാതെ അവളുടെ പാവാടക്കെട്ടിന് പുറകിൽ നിന്നല്ല. വരുമടാ, ഞാൻ വരും. നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടാ. വിടില്ല നിന്നെ ഞാൻ. നീ വാടാ, നിന്നോട് ഏറ്റുമുട്ടാനുള്ള ചങ്കുറപ്പും കരുത്തും എനിക്കുണ്ട്. നിനക്കെന്നെ ഈ ജന്മത്തിലെന്നല്ല ഒരു ജന്മത്തിലും തോൽപ്പിക്കാനാവില്ലടാ. ജിമിനാ പറയുന്നേ. എന്താ സംഭവിച്ചേ? അവൻ ആ ജിമിൻ പുറത്തിറങ്ങി. വാട്ട്? ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? അറിയില്ല. നമ്മൾ ഇത്രമാത്രം തെളിവുകൾ ശേഖരിച്ചു. അവനെ പൂട്ടിയിട്ടും അവൻ എങ്ങനെ? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. കോടതിയും നിയമവും ശിക്ഷ നടപ്പിലാക്കിയില്ലെങ്കിൽ നമ്മൾ തന്നെ നേരിട്ടിറങ്ങേണ്ടി വരും. അവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. മമ്മി, പപ്പ ഇനി തിരിച്ചു വരുമോ? വരും മോനെ, ഉറപ്പായും തിരിച്ചു വരും. ആ പോലീസുകാര് പപ്പയെ ഉപദ്രവിക്കോ? അവര് പപ്പയെ ഒന്നും ചെയ്യില്ല, മോൻ പേടിക്കണ്ട. മമ്മി, ആന്റി ഇനി വരൂ. എന്നെ മമ്മിയുടെയും പപ്പയുടെയും അടുത്ത് നിന്ന് കൊണ്ടുപോവോ? ഒരിക്കലും ഇല്ല മോനെ. നിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് കൊണ്ടുപോവാൻ ആർക്കും പറ്റില്ല. അങ്ങനെ നിന്നെ ഞങ്ങള് ആർക്കും വിട്ടുകൊടുക്കില്ല. നീ ഞങ്ങളുടെ മോനാ. പപ്പ തിരിച്ചു വന്നു. പപ്പയ്ക്ക് എന്തേലും പറ്റിയോ? ചെറിമോനെ, പപ്പ പറഞ്ഞില്ലേ തിരിച്ചു വരുന്നു. പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ല. നോക്കിക്കേ, പപ്പ ഈസ് ഓൾ ഓക്കെ. ഹേ കാന്താരി, എന്തിനാ കരയുന്നേ? ഞാൻ ദേ നിന്റെ മുമ്പിൽ നിൽക്കുവല്ലേ. ഒന്നും പറ്റിയില്ലടോ. ഓ, അത് നന്നായി വേദനിച്ചു. തേയാ, നീ എന്തിനാ എന്നെ തല്ലുന്നേ? ഞാനൊന്നു പറയട്ടെ. എടി, അയ്യോ എറിയല്ലേ, അത് പൊട്ടും അമ്മച്ചി.
മുകളിൽ എന്താ ഒരു തട്ടുമുട്ടും കേൾക്കുന്നേ? ജിമിനല്ലേ ആ വിളിച്ചു പോകുന്നേ? കേട്ടിട്ട് തേച്ചേച്ചി കണക്കിന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ജെറിയല്ലേ ആ ഇറങ്ങി വരുന്നേ? എന്താ മോനെ, മുകളിൽ എന്താ നടക്കുന്നേ? അപ്പച്ച, അവിടെ മമ്മി പപ്പയെ അടിക്കുവാ. അടിക്കുവാണോ? ആ, മമ്മി റൂമിലുള്ള സാധനങ്ങളൊക്കെ പപ്പയുടെ നേരെ വലിച്ചെറിയുവാ. എന്നിട്ട് മോനൊന്നും ചെയ്തില്ലേ? ഞാൻ ഒന്നും ചെയ്തില്ല. എന്നിട്ട് വേണം മമ്മി എന്നെ തല്ലാൻ. എനിക്ക് മമ്മിയെ പേടിയാ. അമ്പടാ, നീ കൊള്ളാലോ, അവസരം നോക്കി മുങ്ങിയല്ലേ. രണ്ടെണ്ണം അവളുടെ കയ്യിൽ നിന്ന് കിട്ടട്ടെ. കണ്ട തോന്നിവാസങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചതല്ലേ. 4 കിട്ടിയാലേ പഠിക്കൂ. ജിമിനെ നിലക്കി നിർത്താൻ പറ്റിയ ആളെ തന്നെയാ അവൻ കെട്ടിയത്. അവന്റെ ഭരണം തേയുടെ അടുത്ത് നടക്കില്ല. എനിക്ക് ഉറക്കം വരുന്നു. വാ മോനെ, ആന്റി മോന്റെ കൂടെ വരാം. കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിൽ തന്നെയല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നവും അങ്കിൾ. ഇവിടുത്തെ ആള് നമ്മളെ അറിയാത്തവരാ, അതാ അങ്ങനെ പറ്റിയേ. ജിമ്മിച്ചനെ പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയില്ല. അതിനു മുൻപേ അവർക്ക് കോള് വന്നു. പുറകെ ഞങ്ങള് ചെന്നതുകൊണ്ട് കൈയോടെ കൂട്ടിക്കൊണ്ടു പോന്നു. ജിമ്മിന് ഇത്രയും റിസ്കി ആയ കാര്യങ്ങളാ ഡീൽ ചെയ്യുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാതിരുന്നതാ ഡാഡി. എന്തായാലും അറിയേണ്ടവരെല്ലാം അറിഞ്ഞല്ലോ. എന്തായാലും നേരം വൈകി, എല്ലാവർക്കും കിടക്കാം. അധികം ആലോചിക്കണ്ട. ജീനി പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഉറങ്ങാനായി പോയി. എന്റെ പൊന്നു തയ്യ, ഞാൻ പറയുന്നത് ഒന്ന് മനസമാധാനത്തോടെ കേക്ക്. നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്നോട് ഒളിച്ചു വച്ചില്ലേ? ഇത്രയും ഉണ്ടായിട്ട് ഒരിക്കൽ പോലും നിങ്ങൾക്ക് എന്നോട് എല്ലാം തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ. തേയ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് മറച്ചു വെക്കേണ്ടി വന്നു. സത്യ, അത് നിന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാ. അണ്ടർവേൾഡ് കിങ് ഒക്കെ നിങ്ങളുടെ ബിസിനസ് വേൾഡ് മതി. വെളച്ചിൽ എന്നോട് ഇറക്കാൻ നോക്കണ്ട. തേയ, നീ നീ എങ്ങനെ ഇതൊക്കെ? അതെല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങൾ എന്താ കരുതിയേ ഞാനൊന്നും അറിയാതെയാണ് ഇരിക്കുന്നതെന്നോ? അത് നിന്നോട് ആരാ പറഞ്ഞേ? ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ മറ്റാരുമല്ല, ജയ്ക്ക് തന്നെയായിരിക്കും നിന്നോട് പറഞ്ഞത്, അല്ലേ? അതെ, അവൻ തന്നെയാ പറഞ്ഞേ. എനിക്കെല്ലാം അറിയാം. അന്ന് സംഭവിച്ചതും മറ്റും മമ്മി എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇച്ചായ, കരയാതെ. ഇതൊരു അസുഖം പോലെ കരുതിയ മതി. നമുക്കൊരു നല്ല കൗൺസിലറെ കാണാം. ഇന്ന് ഈ അവസ്ഥയ്ക്ക് പ്രതിവിധി ഉണ്ട്. ഞാനില്ലേ ഇച്ചായന്റെ കൂടെ. എന്നോട് ക്ഷമിക്ക് തേയ. ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്ര വഷളാവില്ലായിരുന്നു.
ആദ്യം എനിക്ക് ഓരോന്നും നേടിയെടുക്കുമ്പോ കിട്ടുന്ന ഒരു ഹരായിരുന്നു. പിന്നത് പോസസീവ്നെസ് ആയി മാറി. അവസാനം ടോക്സിസിറ്റിയിലേക്ക് അത് മാറി. സാരല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. പണ്ടത്തെ കാര്യങ്ങൾ ഇനി ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും ഇച്ചായനൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി. അല്ല, ചെറിയവിടെ ശരിയാണല്ലോ, അവൻ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ? പാവം, ഒരുപാട് നാള് കൂടിയ അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചേ. ഞാൻ കാരണം. അവൻ അങ്ങനെ ഒന്നും കരുതില്ല. അവൻ നമ്മുടെ മോനാ. ഞാനെങ്കി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി ചായ. ജയ്മാൻറ്റി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അതിനെന്താ മോനെ, ചോദിച്ചോ. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന സമയത്ത് ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ വിചാരിച്ച് മെഴുകുതിരി ഊതിയ അത് നടക്കുമെന്ന്. സത്യാണോ? അങ്ങനെ ചോദിച്ചാ അതൊക്കെ ഒരു വിശ്വാസം മോനെ. ചിലപ്പോ നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച അങ്ങനെയൊക്കെ നടക്കും. അപ്പന്റെ ആഗ്രഹം ഉറപ്പായിട്ട് നടക്കുമല്ലേ? ഉറപ്പായിട്ട് നടക്കും. ആട്ടെ, മോൻ എന്താ ആഗ്രഹിച്ചേ? എന്റെ ഫ്രണ്ട് വേറൊരു കാര്യവും പറഞ്ഞു. നമ്മുടെ ആഗ്രഹം വേറൊരാളോട് പറഞ്ഞ അത് നടക്കില്ലെന്ന്. സോ അത് എന്റെ സീക്രട്ടാ. ഗുഡ് നൈറ്റ് ആൻറ്റി. ഹലോ. ഹലോ ജേക്ക്, ഇത് ഞാനാ. ക്രിസ്റ്റൽ, നീയാണോ? സത്യമായിട്ടും നീയാണോ സംസാരിക്കുന്നേ? അതെ ജേക്ക്, ഞാൻ തന്നെയാ. നിനക്ക് സുഖാണോ? സുഖം. നിനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഓക്കെയാണ് ജേക്ക്. കുറച്ച് ദിവസമായി നിന്നെ വിളിക്കണമെന്ന് കരുതുന്നു. ഇപ്പോഴാ പറ്റിയേ. നീ ഉറങ്ങുമായിരുന്നോ? അല്ല, കിടക്കാൻ പോവായിരുന്നു. ഇന്ന് ജെറിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് വൈകി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്ത് ചോദ്യ ക്രിസ്റ്റൽ ഇത്? നിനക്ക് എന്നോട് എന്തും ചോദിക്കാലോ. അതിനൊരു മുഖവരയുടെ ആവശ്യമില്ല. നീ നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഗ്രീൻസ് പാർക്ക് കഫേയിൽ വെച്ച് കാണാലോ, ഒരു 12 മണിക്ക്. വൈ നോട്ട്? ഞാൻ ഉറപ്പായും ഫ്രീ ആണ്. നിന്റെ ഈ ഒരു കോളിന് വേണ്ടി ഞാൻ എത്ര കാത്തിരുന്നെന്നറിയോ? ഐ റിയലി മിസ്ഡ് യു ക്രിസ്റ്റൽ. ഐ മിസ് യു ടു ജേക്ക്. എങ്കിൽ നമുക്ക് നാളെ കഫേ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ ക്രിസ്റ്റൽ, ഗുഡ് നൈറ്റ്. എന്താ ഇച്ചായ, എന്തിനാ ഇങ്ങനെ തല തോർത്താതെ ഇരിക്കുന്നേ? വെള്ളം ഇറങ്ങി പനി വരും കേട്ടോ. തേയ ജിമിന്റെ നേരെ നടന്നുകൊണ്ട് പറഞ്ഞു. അവൾ ചെയറിൽ കിടന്നിരുന്ന ടവലെടുത്ത് അവന്റെ തല തോർത്തി. തേയാ, പതുക്കെ തോർത്ത്. എന്റെ തലമുടി മുഴ ഇളകി വരും. ഓ പിന്നെ ഇപ്പൊ ഊരി വരും. ഒന്ന് പോയി ചായ. ഇന്നത്തെ കാലത്തെ പനിയാ, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇതെന്താ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? ഞാനല്ലെങ്കിലും ഒരു കൊച്ചുകുട്ടിയല്ലേ തേയ? പിന്നെ കൊച്ചുകുട്ടി കണ്ടാലും മതി. ഹാ, പോവല്ലേ, ഇവിടെ വാ. എന്ത് ചായ? നീ എങ്ങോട്ടാ ഈ തിരക്ക് പോകുന്നേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല.
എന്താ ഞാൻ ഈ കാണുന്നേ? ബ്ലഷ് അടിക്കാണോ? നാണം വരുന്നു നിനക്ക്? നാണോ? ഒന്ന് പോയി ചായ. നാണം വരുന്നോ കുട്ടിക്ക്? പോയി ചായ. നിക്കടി. എന്താ മോളൂസേ, ഒന്നും പറയാനില്ലേ? പോയി ചായ. നമുക്ക് ഉറങ്ങണ്ടേ? വേണ്ട, ഞാനിന്ന് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കി മാറ്, ഞാൻ ഉറങ്ങാൻ പോവാ. നീയും ഉറങ്ങില്ല. നിന്നെ ഞാനിന്ന് ഉറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പോടാ. ഓടാന്നോ? സ്വന്തം ഭർത്താവിനെ ഓടാന്നോ? ആ, ഞാൻ വിളിക്കും. പോടാ അണ്ടർവേൾഡ് ക്രിസ്റ്റി. നോ, ആ പേര് വിളിക്കണ്ട. അതെന്താ ആ പേര് വിളിച്ച? ഞാൻ ജിമിനി ചായാന്ന് വിളിക്കണോ അതോ ക്രിസ്റ്റി ചായാന്ന് വിളിക്കണോ? നീ എന്നെ ജിമിനിച്ചായാന്ന് വിളിച്ചാ മതി. ക്രിസ്റ്റീന്ന് വിളിച്ചാ എൻ്റെ ഉള്ളിലെ വില്ലൻ പുറത്തു വരും. വില്ലത്തരം മോന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും നടക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. നിന്നെ വിചാരിപ്പിക്കാൻ എനിക്കറിയാം. ആഹാ, എങ്കി എനിക്കതൊന്ന് കാണണമല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങള് സമ്മതിക്കില്ല അല്ലേ? നിന്നെ കാണുമ്പോ ശരിക്കും എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുക. നിങ്ങളെന്നെ കൊല്ലൂ. കൊല്ലും. നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ചു കൊല്ലും. Please. No, baby. Let me love you the way you deserve. രേയുടെ നഖങ്ങൾ ജിമിന്റെ വിരിപ്പുറത്ത് വരിഞ്ഞു നീങ്ങി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ജിമിന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഇറ്റിറ്റ് തേയിലെ ശരീരത്തിൽ പതിച്ചു. അവർ ഒന്നിച്ച് പ്രണയത്തിന്റെ വൈകാരിതയിൽ ആടിയുലഞ്ഞു.
ലവ് യു, ഐ ലവ് യു തേയ. എങ്കിലേ ഞങ്ങൾ ഇറങ്ങുക. ജീനി, നീ വരുന്നില്ലെന്ന് ഉറപ്പാണോ? അതെ ഡാഡി, ഞാൻ എന്തായാലും കുറച്ചു മാസം കഴിഞ്ഞ അങ്ങോട്ട് വരുമല്ലേ. എനിക്കെന്റെ കൊച്ചുമോനെ കാണാൻ കൊതിയായി. അത് ശരി മമ്മി, ജൂണിച്ചായൻ കേക്കണ്ട, ഇവിടെ കോലാഹലം നടക്കും. ഇച്ചായനും മോള് മതിയെന്നാ പറയുന്നേ. അതിപ്പോ അപ്പന്മാർക്ക് മോള് വേണമെന്ന, അമ്മമാർക്ക് മോനും. എന്തായാലും എത്തിയിട്ട് വിളിക്ക് സെബാസ്റ്റ്യ. വിളിക്കാൻ ജോർജ്. ഡാഡി, മമ്മി, ലഗേജ് എല്ലാം ഞാൻ കാറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്നാ എല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ച്? ശരിയാ, കൊറേ നാള് കൂടിയാ എല്ലാവരും ഒന്നിച്ചേ. നമ്മുടെ ജെയ്ക്കിന്റെയും ജെയ്മിയുടെയും ഒക്കെ കല്യാണങ്ങള് വരാതിരിക്കുമല്ലേ. അന്ന, ഞാൻ പറഞ്ഞ കൂട്ടരെ പറ്റി എന്താ അഭിപ്രായം? നീ ജേക്കിനോട് സംസാരിച്ചിരുന്നോ? ഓ, അതിനൊന്നും സമയം കിട്ടിയില്ലെന്നേ. ഞങ്ങള് മുതിർന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്നല്ലാതെ അവനോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അവൻ പഴയ പോലെ വെറുതെ ഇരിക്കില്ലല്ലോ. ഇപ്പൊ നല്ല ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നെ. ഞങ്ങളുടെ മിക്ക ക്ലയൻസിനും അവനെ പറ്റി നല്ല മതിപ്പാ. അല്ല ബ്രാമേ, നിന്റെ മോനെ എന്താ നീ കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? തേയുടെ മൂത്തതല്ലേ അവൻ. ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല സെബാസ്റ്റ്യ, അവൻ ഇപ്പൊ ഒന്നും വേണ്ടെന്നാ പറയുന്നത്. അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ തന്നെ അവന് കുറച്ച് പെൺപിള്ളേരെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോ അവന് 100 കുറ്റം പറയാൻ കാണും. അവസാനം മടുത്ത് ഞാൻ ആ പണി നിർത്തി. അതെ, അങ്ങ് ചെന്നിട്ട് കൊറേ പണി തീർക്കാനില്ലേ. ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയുന്നതിലും നല്ലത് പുറപ്പെടുന്നതാ. കല്യാണ കാര്യങ്ങളൊക്കെ പിന്നീടാവാൻ ചർച്ച. ഇറങ്ങിക്കോ. എങ്കിൽ പിന്നെ ഞങ്ങള് പുറപ്പെടുവാണേ. പിള്ളേരെ ഉണർത്താത്തത് ഇന്നലെ അങ്ങനെയൊക്കെ നടന്നില്ലേ. വെറുതെ ഇനി ഉറക്കം തടസ്സപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ. അതൊന്നും സാരില്ലെന്നേ, നിങ്ങൾ പോയിട്ട് വാ. ബൈ മമ്മി, ബൈ ഡാഡി. എത്തിയിട്ട് വിളിക്കണേ. കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ഇന്നലെ എന്നെ ഉറക്കിയിട്ടില്ല, എന്നിട്ട് സുഖായിട്ട് കിടക്കുക. നീ എന്തെങ്കിലും പറഞ്ഞോ? ആ, എണീറ്റോ? ഞാൻ കരുതി ഗാഠ നിദ്രയിലായിരിക്കുന്നു. നീ ഒന്ന് അനങ്ങിയ ഞാൻ അറിയും. അറിയും. ഇന്നലെ എന്തായിരുന്നു? എന്റെ ദേഹം മുഴുവൻ വേദനിച്ചിട്ട് വയ്യ. ഈ വേദനയൊന്നും നിലവിളിച്ചപ്പോ ഞാൻ കണ്ടില്ലല്ലോ. അയ്യേ, പോ മനുഷ്യ, ഒരു നാണമില്ലേ ഇങ്ങനെയൊക്കെ എന്റെ മുഖത്ത് നോക്കി പറയാൻ? പിന്നെ പറയുന്ന ആൾക്ക് വലിയ നാണായിരുന്നല്ലോ. ഇന്നലെ എന്തായിരുന്നു? ഉറങ്ങാൻ പോയ എന്നെ നീയല്ലേ ഇടയ്ക്ക് വിളിച്ചുണർത്തിയേ? ഓരോന്ന് ചെയ്തിട്ട്. ശോ, പതിയെ ഇങ്ങനൊന്നും പറയരുതട്ടോ. ഞാൻ പറയും, എടി, ഞാൻ നിർത്താമെന്ന് പറഞ്ഞപ്പോ നിനക്കല്ലായിരുന്നോ പ്രശ്നം? എന്നിട്ടിപ്പോ ഞാൻ കുറ്റക്കാരൻ. മതി, ഇനി ഒരക്ഷരം വിളിച്ചു പറയരുത്. എന്തിനാ ചിരിക്കുന്നേ? ഇവിടെ എന്തേലും കോമഡി നടക്കുന്നുണ്ടോ? ഹേയ്, എന്താ ഇത്? ഈ ഒളിച്ചു പിടിക്കലൊന്നും ഇന്നലെ രാത്രി കണ്ടില്ലല്ലോ. ഞാൻ പോവാ. അവിടെ നിക്കടി. സത്യം പറയാലോ, നിന്നെ ഇങ്ങനെ നാണിച്ചു കാണാൻ നല്ല രസാ. അതല്ലേ ഞാൻ ഓരോന്ന് പറയുന്നേ.
എന്നെ കളിയാക്കിയതല്ലേ? അല്ല പൊന്നെ, നമുക്കിടയിൽ ഇങ്ങനെ ഒളിയും മറയും ഒന്നും വേണ്ട. നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെയും അറിയാം, എല്ലാ അർത്ഥത്തിലും. പിന്നെന്തിനാ നാണിക്കുന്നേ? നീ എന്റെ മുത്തല്ലേ? അയ്യോ, ഇങ്ങനെ ചിരിക്കല്ലേ തേയ, എന്റെ കൺട്രോള് പോവും. ഏയ് പറ്റില്ല, സമയം ഒരുപാടായി. ഞാൻ താഴേക്ക് പോവാ. നോനോ, പ്ലീസ് പ്ലീസ്, ഒരു പ്രാവശ്യം കൂടി. വേണ്ട ഇച്ചായ, ഞാൻ പോട്ടെ. പ്ലീസ് ദയ. എനിക്ക് വേദനിക്കും. ഞാൻ വേദനിപ്പിക്കില്ല, പ്ലീസ്. ഓക്കെ, പക്ഷെ പെട്ടെന്ന് വേണം. അതെനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഇച്ചായ, നീ ഇതെവിടേക്കാ ഈ നട്ടുച്ച നേരത്ത്? അത് അത് ഞാൻ ട്വിങ്കിളിനെ കാണാൻ പോവാ. അവള് നിന്നെ വിളിച്ചോ? വിളിച്ചു. ഈ അവസരം എനിക്ക് കളയാൻ പറ്റില്ല. മേ ബി ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ഡേറ്റാ. ചേച്ചി, വിഷ് മി ലക്ക്. നന്നായിട്ട് വരുവടാ, നീ പോയിട്ട് വാ. ഓക്കെ ചേച്ചി, ഞാനെങ്കിൽ ഇറങ്ങുവാ. വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ബൈ. ജെയ്ക്ക് സന്തോഷത്തോടെ ജീനിയോട് യാത്ര പറഞ്ഞിറങ്ങി. ഓക്കേടാ, ബൈ.